ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ഈ ശബരിക്കൊരു പൂർവ്വജന്മം ഉണ്ടായിരുന്നു. മാലിനി എന്ന് പറയുന്ന നമ്മുടെ ശബരിയുടെ പൂർവ്വനാമം. നമ്മൾ രുചിച്ചു നോക്കാതെ ഒരു സാധനവും അതിഥികൾക്ക് കൊടുക്കാൻ പാടില്ല. അതിനാണ് നമ്മൾ മൃഷ്ടാനം എന്ന് പറയുന്നത്. മൃഷ്ടം എന്ന് പറഞ്ഞാൽ തലമുടിയോ കല്ലോ ഒന്നും ഇല്ലാതെ ഈ ഷഡ്രസങ്ങൾ ഒത്ത് നല്ല രുചികരമായിട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് ശബരിയുടെ കഥ നമുക്ക് ഏറ്റവും പ്രിയങ്കരമാകുന്നത്. നമസ്കാരം. വോയിസ് ഓഫ് കൊട്ടൂരിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണ പൊരുൾ തേടിയുള്ള നമ്മുടെ ഇന്നത്തെ യാത്രയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഭക്തിയുടെ പ്രതീകമായ ശബരിയെയാണ്. ശബരിയെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് പരുമല ദേവസ്വം ബോർഡ് കോളേജിൽ നിന്നും മലയാളം പ്രൊഫസറായി റിട്ടയർ ചെയ്ത പ്രൊഫസർ PR ലളിതമ്മയാണ്. ലളിത ചേച്ചിയെ നമുക്ക് വോയിസ് ഓഫ് കുറ്റൂരിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. നമസ്കാരം ചേച്ചി. ചേച്ചി, ശബരി ഭക്തിയുടെ ഒരു വലിയ ഉദാഹരണമാണ് രാമായണത്തിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത് അല്ലേ? ഈ ശബരിക്ക് ഒരു പൂർവ്വജന്മം ഉണ്ടായിരുന്നു. ചിത്രകവചൻ എന്ന് പറയുന്ന ഒരു ഗന്ധർവ രാജാവ്. അദ്ദേഹത്തിന്റെ ഏക മകളാണ് മാലിനി എന്ന് പറയുന്ന ഈ നമ്മുടെ ശബരിയുടെ പൂർവ്വനാമം. അത് വലിയ സ്നേഹത്തോടെ, ഒറ്റ മകളല്ലേ, നല്ല ഓമനിച്ച് വളർത്തിക്കൊണ്ടുവന്നു. എന്നിട്ട് വിവാഹപ്രായമായപ്പോ വീതിഹോത്രൻ എന്ന് പറയുന്ന ജ്ഞാനിയായ പണ്ഡിതനായ ഒരു ബ്രഹ്മജ്ഞാനിയും തന്നെ പറയാം, അങ്ങനെയുള്ള ഒരു രാജകുമാരന് കല്യാണം കഴിച്ചു കൊടുത്തു. ഇവര് വളരെ കുറച്ചു നാള് നല്ല സന്തോഷത്തോടുകൂടി ജീവിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ ഈ മാലിനി കൽമാഷ് എന്ന് പറയുന്ന ഒരു കിരാതനുമായിട്ട് സ്നേഹത്തിലായി. അവര് കാമുകന്മാരായിട്ട് ഈ വീതിഹോത്രനിൽ നിന്നും അകന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടം വരികയും കോപം ഉണ്ടാവുകയും, കോപത്തിന് എപ്പോഴും ഉണ്ടല്ലോ ശാപം, അങ്ങനെ ശപിക്കുകയും ചെയ്തു. നീ കിരാതന്റെ കൂടെ പോയത് കാരണം കിരാതയായിട്ട് ജീവിക്കട്ടെ എന്നാണ് ശാപം കൊടുത്തത്. അപ്പൊ ശാപം എപ്പോഴും കിട്ടിക്കഴിയുമ്പോൾ ശാപമോക്ഷത്തിന് കരയുമല്ല കിടന്നു. അങ്ങനെ മാലിനി കരഞ്ഞു, ബഹളം വെച്ചു. അപ്പൊ പറഞ്ഞു, ഈ ശ്രീരാമചന്ദ്രനിൽ നിന്നും നിനക്ക് ശാപമോക്ഷം കിട്ടും. അങ്ങനെ കിരാതയായി പെട്ടെന്ന്. അപ്പം കിരാതയാകുക എന്ന് പറയുമ്പോൾ ഈ ഇതെല്ലാം അങ്ങ് മാറും, ആഭരണങ്ങളെല്ലാം പോകും, തലമുടിയുടെ രൂപം മാറും, ശരീരത്തിന്റെ മാറും, വർണ്ണം നിറം മാറും. അങ്ങനെ കിരാതയായിട്ട് മതങ്കാശ്രമത്തിലാണ് ഇവള് വന്നത്. അവിടെ ഈ മതങ്കാശ്രമം വളരെ പ്രത്യേകതയുള്ളതാണ്. മതംഗമുനിയുടെ ശിഷ്യന്മാരുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ചമ്മത കൊണ്ടിരുന്നു, ഫലമൂലാദികൾ കൊണ്ടിരുന്നു. അങ്ങനെ ദൂരെ നിന്ന് ഇവർ ഇതെല്ലാമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വേർപ്പുണ്ടാകും. ഈ വേർപ്പ് തുള്ളികൾ അവിടെ വീണിടത്തെല്ലാം നിന്ന് വൃക്ഷങ്ങളും സസ്യങ്ങളും ചെടികളും എല്ലാം ഉണ്ടായിട്ട് അതിലെല്ലാം പഴങ്ങളും നിറച്ചു പൂക്കളും എല്ലാം ഉണ്ടായി അതിമനോഹരമായ ഒരു സ്ഥലമാണ്. അപ്പം ഇതൊന്നും വാടത്തില്ല എന്നുള്ളതാണ് പ്രത്യേകത. അത് അങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്തിരിക്കുക മതംഗമുനി. അതുപോലെ ആനകളൊക്കെ അവിടോട്ട് വരത്തില്ല. ഇതെല്ലാം ഇവരുടെ തപശക്തി കൊണ്ട് മാറ്റി നിർത്തി മനോഹരമായ ഈ സ്ഥലത്ത് മതംഗമുനിയുടെ ശിഷ്യരെ നല്ലതായിട്ട് അവർക്ക് വേണ്ട സേവ ഒക്കെ ചെയ്ത് അവരുടെ കയ്യിൽ നിന്നും കിട്ടാവുന്ന അറിവുകൾ നേടി തപസ് ചെയ്ത് സ്വാധ്യായം ചെയ്ത് ഈ കിരാത സ്ത്രീയായ ശബരി അങ്ങനെ വലിയ ഒരു തത്വജ്ഞാനിയായിട്ട് മാറുകയാണ് ഈ മതംഗാശ്രമത്തിൽ. അങ്ങനെ ഇരിക്കെ ഇവർ പറയുന്നുണ്ട് ശ്രീരാമാദികൾ വരും, ശ്രീരാമനെ കാത്തിരിക്കുകയാണ്. അപ്പൊ ശ്രീരാമാദികൾ വരുന്ന സമയത്ത് നീ അവരെ നന്നായിട്ട് സത്കരിക്കണം, ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞ് ഈ മുനികൾ എല്ലാം കൂടെ അങ്ങ് പോയി. അവിടുന്ന് അങ്ങ് സ്വർഗപ്രാപ്തരായി. പിന്നെ ഒറ്റയ്ക്ക് കഴിയുകയാണ്, ശ്രീരാമനെ കാത്തിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീരാമന്റെ വര പറയുന്നത്. അപ്പൊ കൊടുങ്കാടാണ്. അപ്പം അതിനു മുമ്പായിട്ട് നമുക്ക് കബന്ധന്റെ കഥ വരും. ഇത് രാമായണം ഇങ്ങനെ വരുമ്പോൾ വിരാധൻ കബന്ധന്റെ കാര്യം പറയും, കബന്ധനെ കാണണമെന്ന് പറയും, ശ്രീരാമനോട് പറയും. കബന്ധൻ പറഞ്ഞു വിടുന്ന ആളാണ് ശബരി. അപ്പൊ കബന്ധൻ തന്നെ ഈ വഴി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അവിടെ ഇങ്ങനെ വൃദ്ധയായ ഒരാളുണ്ട് അങ്ങനെ പറയുന്നത് ശബരി, അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും അല്ല. അവിടെ ചെന്ന് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് ശബരി പറഞ്ഞു തരും എന്ന് പറഞ്ഞാണ് വിടുന്നത്. അപ്പൊ ഇവിടെ വന്ന് ശ്രീരാമൻ കാണും ശബരി ഇപ്പൊ നോക്കിയിരിക്കുക. അപ്പൊ എന്തുമാത്രം സന്തോഷത്തോടെ ഓടിച്ചെന്ന് സത്കരിച്ച് സ്വീകരിച്ച് പരസ്പരം കുശല പ്രശ്നങ്ങൾ ചെയ്ത് ഇവർക്ക് ഉപചാരത്തിന്റെ ആചാര മര്യാദകളുണ്ടല്ലോ അതെല്ലാം പാലിച്ചിട്ട് ഇങ്ങനെ ഫലങ്ങൾ കൊടുക്കും. കടിച്ചു കൊടുത്തു എന്നൊക്കെ നമ്മൾ കഥകൾ കേട്ടിട്ടുണ്ട്
രാമായണത്തിൽ അത് പറയുന്നില്ല. എന്നാലും ആ കടിച്ചു കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണെന്ന് ഞാനും പറയും. കാരണം നമ്മൾ രുചിച്ച് നോക്കാതെ ഒരു സാധനവും അതിഥികൾക്ക് കൊടുക്കാൻ പാടില്ല. അതിനാണ് നമ്മൾ മൃഷ്ടാനം എന്ന് പറയുന്നത്. മൃഷ്ടം എന്ന് പറഞ്ഞാൽ തലമുടിയോ കല്ലോ ഒന്നും ഇല്ലാതെ ഈ ഷഡ്രസങ്ങൾ ഒത്ത് നല്ല രുചികരമായിട്ട് കൊടുക്കണം. അതിന് നമ്മൾ ആദ്യം രുചി തന്നെ അതാണ് മൃഷ്ടാന്നം. എന്ന് പറഞ്ഞാൽ നിറച്ചു കൊടുക്കുക എന്നല്ല. മൃഷ്ടം എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് തിരക്കി അറിഞ്ഞതെന്ന്. അങ്ങനെയുള്ള ആ ആഹാരം വേണം കൊടുക്കാൻ. ഇത് അങ്ങനെയാണ്. ഇതിനകത്ത് പുഴുണ്ടോ, എങ്ങനെ പിച്ചാത്തി ഒന്നുമില്ല. ഇവരങ്ങനെയല്ല തിന്നുക. അപ്പോൾ ശകലം കടിച്ചു നോക്കി രുചിയുണ്ടോ, മധുരമുണ്ടോ, പുഴുക്കളുണ്ടോ എന്ന്, ഇനി എന്തെങ്കിലും വിഷാംശം ഉണ്ടോ, അങ്ങനെ കൊടുത്തു എന്നാണ്. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞു. ഇത് കാണണമെന്ന് പറയും ഭഗവാൻ. അപ്പൊ ഈ ആശ്രമം ഇങ്ങനെ കൊണ്ടാടന്ന് കാണിക്കുകയാണ്. അവിടാണ് ഈ ഭംഗിയുള്ള മരങ്ങളും വാടാത്ത പൂക്കളും എല്ലാം ഇങ്ങനെ കാണിച്ചിട്ട് ഈ ശബരി പറയും, ദാ ഇവിടാണ് മഹർഷിമാരിരുന്ന് ധ്യാനിച്ചത്, ഇവിടാണ് വംശസ്ഥലി, ഈ വേദിയിലാണ് അവർ അർച്ചന ചെയ്തുകൊണ്ടിരുന്നത്, അവരുപയോഗിച്ച നിലത്താമരത കിടക്കുന്നു എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയും, ഞാൻ ഇത് വാൽമീകി രാമായണത്തിലാണ്. അധ്യാത്മ രാമായണത്തിൽ പറയും, ഞാൻ ഹീനജാതിയാണ്, സ്ത്രീയാണ്, എനിക്ക് അങ്ങയോട് ഇതുപോലെ വന്ന് അപേക്ഷിക്കാൻ എന്ത് അർഹതയാണ് എന്ന് ചോദിക്കും. ഞാൻ അതുകൊണ്ടാണ് ശബരിയുടെ കാര്യം എടുത്തു പറയുന്നത്. അപ്പൊ ഭഗവാൻ പറയുന്ന ഒരു മറുപടി ഉണ്ട്, എനിക്ക് നീ സ്ത്രീയാണെന്നോ സ്ത്രീനാമം ഹീനജാതി അതൊന്നുമല്ല, ക്ഷേത്രോപവാസ ഫലം, യാഗാദി കർമ്മം, മന്ത്രതന്ത്രാദികൾ ഇതൊന്നുമല്ല, എന്നിലേക്ക് വരാൻ വളരെ അർപ്പണ ബുദ്ധിയോടുകൂടിയുള്ള ഭക്തിയാണ് വേണ്ടത്. എന്നിട്ട് ആ ഭക്തി എങ്ങനെ കിട്ടും? അതിനാണ് 9 തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്നെ ഉപാസിക്കാൻ ഉള്ള 9 വിധ കാര്യങ്ങള് നമുക്ക് വേണ്ടിയിട്ട് എഴുത്തച്ഛൻ അതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്നാമത്തത് സജ്ജന സംഘമാണ്. നല്ല ആളുകളുമായിട്ട് സംഘം ഉണ്ടാക്കുക, നല്ല എന്റെ കഥകൾ കേൾക്കുക, അത് ആവർത്തിച്ച് കേൾക്കുക, അത് വ്യാഖ്യാനിക്കുക, എല്ലാവരിലും നന്മ കാണുക, എല്ലാവരിലും ഈശ്വരനെ കാണാം. ഇങ്ങനെ 9 വിധമായ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ശബരിയുടെ കഥ നമുക്ക് ഏറ്റവും പ്രിയങ്കരമാകുന്നത്. എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്? അത് ഓടി നടന്ന് ഈശ്വരനെ തിരക്കുകയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ ഈശ്വരനെ പ്രതിഷ്ഠിക്കണം. നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ ഇരിക്കത്തക്കവണ്ണം. അത് വാൽമീകി, ശ്രീരാമനോട് വാൽമീകിയും പറയുന്നുണ്ട്, ഞാൻ എവിടെ താമസിക്കും, ഞാൻ എവിടെ സീതയാ സാർത്ഥം സുഖേന വസിക്കാവൂ കേന, ഞാൻ എവിടെയാണ് സീതയോടൊപ്പം സുഖേന താമസിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ആളുകളുടെ മനസ്സിലാണ്. എന്നിട്ട് ഈ ആളുകളുടെ വിശേഷണങ്ങൾ പറയുകയാണ് ഏതാണ്ട് 50 വരികളിൽ. അപ്പൊ നമുക്ക് വേണ്ടത് ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കത്തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ പവിത്രീകരിച്ച് വെക്കുക. അതിനുവേണ്ടിയുള്ള കഥകളാണ് ശബരിയുടെ ആയാലും വാൽമീകിയുടെ ആയാലും ഒക്കെ നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഇതെല്ലാം കഴിഞ്ഞു. എന്നിട്ട് പറയൂ, എനിക്ക് എന്റെ ദൗത്യം കഴിഞ്ഞു, എന്റെ ജോലി കഴിഞ്ഞു, ഇനി ഞാൻ പോവുകയാണ്. ഭവിതാത്മാക്കളായ എന്റെ ഇവിടുത്തെ പുണ്യാത്മാക്കൾ പോയ ലോകത്തേക്ക് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ ശബരി അവിടെ അഗ്നി ജ്വലിപ്പിക്കും. എന്നിട്ട് ആ അഗ്നിയിലേക്ക് ഈ അസ്ഥിശേഷിയാണ്, ഈ മാന്തോലെടുത്ത് ജടയുള്ള ആ അല്പ ശരീരിയായ വൃദ്ധയായ ശബരി ഇതിനകത്തേക്ക് ഈ അഗ്നിയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സമയം പെട്ടെന്ന് അതിനകത്തുനിന്നും നല്ല സുന്ദരിയായ ഒരു സ്ത്രീ, തിലകക്കുറിയൊക്കെ ഇട്ട് സർവാംഗ വിഭൂഷിതയായ പഴയ മാലിനി അതിനകത്തുനിന്ന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാ രാമായണത്തിലും ഇല്ല, ഭവിതാത്മാക്കളുടെ ലോകത്തിലേക്ക് പോയി എന്ന് പറയും. പക്ഷെ ഇവിടെ വിമാനവുമായിട്ട് അവിടെ വന്നു വീതിഹോത്രൻ, നേരത്തെ ഉള്ള ആ ഭർത്താവ്. എന്നിട്ട് വന്ന് ശബരിയെ കൂട്ടി മാലിനിയെ കൂട്ടി അങ്ങ് ഗന്ധർവ ലോകത്തേക്ക് പോയി. അതാണ് ശബരിയുടെ കഥ. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ശബരിയുടെ കഥ. ഒന്ന് ഇവിടെ പറയുന്നത് നമ്മുടെ ജാതി സ്ത്രീ, ഇത് രണ്ടു പറഞ്ഞിട്ടുള്ള ഈ നടക്കുന്നുടനെ എന്തോ പ്രസക്തമാണ്. എത്രയോ കാലം മുമ്പ് എഴുതിയ ഈ വരികള്, ഈ കഥാപാത്രം ഇന്ന് എത്ര പ്രസക്തമാണെന്ന് ചിന്തിപ്പിക്കൂടെ ചെയ്യട്ടെ നമ്മളെല്ലാവരെയും. ചേച്ചി, ശബരിയുടെ കഥ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജാതി പറഞ്ഞും മതം പറഞ്ഞും ഒക്കെ ഒരുപാട് മനുഷ്യൻ തമ്മിലടിക്കുന്ന ഒരു കാലഘട്ടമല്ലേ? അപ്പൊ ഈ ഒരു കാലഘട്ടത്തില് വളരെ പ്രസക്തമല്ലേ ഈ കഥ? തീർച്ചയായിട്ടും. കാരണം ജാതിയുടെ പേരിൽ കൊല വരെ നടക്കുന്ന ഒരു കാലഘട്ടം വല്ലാതെ നോവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ആദർശനോട് ഞാൻ ഇത് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചത്. തന്നെയുമല്ല, ഇപ്പൊ ഈ പറയുന്ന അർപ്പണ ബോധത്തോള്ള ഈശ്വര പൂജ അല്ല നടക്കുന്നത്. നമ്മളിങ്ങനെ ഓടി നടക്കുകയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ചിങ്ങമാസത്തിൽ അഷ്ടമിരോഹിണി നാളില് നമ്മുടെ വീട്ടില് അതിന്റെ ഒരു ആചരണം നടക്കും. എല്ലാ വർഷവും ഉണ്ട്. വല്യച്ഛനുള്ള സമയത്ത് ഞങ്ങൾ എല്ലാവരും വല്യച്ഛന്റെ അടുത്ത് ചെല്ലും. അപ്പൊ അവിടെ നടക്കുന്ന, നമ്മൾ ഒരു ക്ഷേത്രങ്ങളിലും പോകത്തില്ല, അവിടെ ഭജന. പതിരൊരു ശ്രീകൃഷ്ണൻ ജനിക്കുന്ന സമയം വരെ നമ്മൾ ഈ ഭജന. ആ സമയം ഒരു 12 മണിക്ക് തൊട്ട് മുമ്പ് അവിടെ അങ്ങ് നമുക്ക് 3 തരം തെറാപ്പികളാണ് നമ്മളെ ലൗകികതയിൽ നിന്ന് ആത്മീയതയിലേക്കോ ഉദാത്തതയിലേക്കോ പൊക്കുന്നത്. അതൊന്ന് സൗണ്ട്, ലൈറ്റ് ആൻഡ് അരോമ എന്നാ പറയുന്നത്. ഒന്ന് വെളിച്ചം, വെട്ടം, വിളക്ക്
വിളക്കിന്റെ, പിന്നെ മണം, ചന്ദനത്തിരി, പൂക്കളമൊക്കെ, മണിനാഥം, ഇതിന്റെ പശ്ചാത്തലത്തില് നമ്മുടെ ഈ മന്ത്രങ്ങളാ ചൊല്ലുന്നത്. ആ മന്ത്രം ഇങ്ങനെ തന്നെയുമല്ല, ഇതുപോലെ കൃഷ്ണനെ കുറിച്ചുള്ള അവതാര കഥകളും വിഷ്ണു ഭുജംഗവും ഒക്കെ അങ്ങോട്ട് ചൊല്ലുമ്പോൾ ഉണ്ടല്ലോ, ആ സമയത്തുണ്ടല്ലോ നല്ല മഴ. രാധാകൃഷ്ണൻ ആലോചിച്ച് നോക്കി, ആ സമയത്ത് ഈ മഴ അങ്ങോട്ട് വരുമ്പോ കൊച്ചു കുഞ്ഞുങ്ങളാ ഞങ്ങള്. പക്ഷെ നമ്മൾ ഈ ശ്രീകൃഷ്ണനെയും കൊണ്ട് ഈ ഇദ്ദേഹം പോകുന്നത് കാണുകയാണ്, നദി കടക്കുന്നത് തീർച്ചയായിട്ടും കാണുക, അല്ലാണ്ട് ഒരിക്കലും ഇത് കേട്ട് മറക്കുകയല്ല. അതിനെ മുഴുവൻ നമ്മൾ മനക്കണ്ണുകൊണ്ട് കണ്ട് 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 ഇങ്ങനെ പോവുക, കൂടെ പോവുകയാണ് അങ്ങ് യശോദരയുടെ. ആ ഒരു വികാരം, ഒരു ഭക്തി ഇന്നത്തെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒത്തുകൂടും. വീട്ടുകാർ തന്നെയല്ല, നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും വരും. കാരണം അന്ന് നല്ല ദാരിദ്ര്യമുള്ള സമയമാണ്. അപ്പം നമ്മൾ ഭക്ഷണം കാണും അവിടെ, നമുക്കും ദാരിദ്ര്യമുണ്ട്, പണത്തിന് നല്ല ദാരിദ്ര്യം, ആഹാരത്തിനില്ലേലും ആ സമയത്തൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അത് നമ്മുടെ രക്തത്തിലും കയറുക. അതുകൊണ്ട് ഇപ്പോഴും നമുക്ക് ആ ഒരു രീതിയിൽ വിഷുവിന് നമ്മൾ വീട്ടിൽ കണി വെക്കുക. വീട്ടിൽ കണി വെക്കുന്നതിന്റെ കണി അത് കാണുന്നതിന് മുമ്പ് നമ്മൾ വേറൊന്നും കാണാൻ പാടില്ല. എത്ര ഉണർന്നു കിടന്നാലും ഞങ്ങൾ കണ്ണ് തുറക്കത്തില്ല. അമ്മയാണ് വന്ന് കണ്ണടപ്പിച്ച് പൊത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഇവിടെ കൊണ്ടുവന്ന് വിളക്കിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ കൃഷ്ണനെയും പൂക്കളും ഇതെല്ലാം കൂടെ കണ്ട് തൊഴുത് അവിടെ ഇരുത്തുകയാണ്. അല്ലാണ്ട് അതിനു മുമ്പില് അമ്മയുടെ മുഖം പോലും ഞങ്ങൾ കാണത്തില്ല. ഇപ്പോഴതല്ല നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് കുറച്ചുകൂടെ ഭക്തി ഉണ്ടാവുകയും വീട് ക്ഷേത്രമാക്കുകയും വീട്ടിലുള്ള ഓരോ ആചാരങ്ങളും എന്തായാലും വിഷു ആവട്ടെ ദീപാവലി ആവട്ടെ എന്തിനും ശാസ്ത്രീയതയുണ്ട്. നമ്മുടെ പ്രകൃതി സംരക്ഷണമുണ്ട്, പ്രകൃതി ശുദ്ധീകരണമുണ്ട്, ഇതെല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വേണം നമ്മൾ ഓരോന്നും ആചരിക്കാൻ. അത് നമ്മുടെ അനന്തര തലമുറയെ ആചരിപ്പിക്കാൻ. അത് നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് ദുഃഖത്തോട് പറയുകയാണ്. അതിലേക്ക് ഇത് കേൾക്കുന്നവരുടെ ശ്രദ്ധ ഉണ്ടാവട്ടെ. വൈകിട്ട് നാമജപം, രാവിലെ വിളക്കൊളുത്തല്, ഇതല്ലേ സൂര്യൻ അസ്തമിക്കാൻ പോകും, അങ്ങ് സമാധാനമായിട്ട് വെക്കുള്ളൂ, ഞങ്ങളിത് ഇവിടെ പകരം വിളക്ക് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വിളക്ക് എത്തിക്കുക. ശബരിയുടെ ജീവിതവും ഇത് തന്നെയാണ് നമുക്ക് അത് തന്നെ കാണിക്കുന്നത്. ഒരു കിരാത എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇല്ലേ, പക്ഷെ എത്ര സംസ്കൃതയായിട്ടാണ് മരിക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്നത് കിരാതം എന്ന് പറയുമ്പോൾ അവിടെ നമ്മളെ ഈ അസംസ്കൃതയായ ഒരാളെയാണ്, അവരെ നമ്മൾക്ക് സംസ്കരിച്ചെടുക്കുമ്പോൾ അത് ഉദാത്തയാവും. അങ്ങനെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വോയിസ് ഓഫ് കുട്ടൂരിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം. This is Radhakrishnan Kuttur signing off from Voice of Kuttur, bridging heritage and headlines. Thank you. വാണിടുക നാരദമെന്നുടെ നാവു തന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ.